കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഭരണമാറ്റവും പുതിയ യു.ഡി.എഫ് മന്ത്രിസഭയുടെ രൂപീകരണവും അണിയറ ചർച്ചകളും ജനങ്ങൾക്കിടയിലും മാധ്യമങ്ങളിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു പുതിയ ഭരണകൂടം അധികാരമേൽക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നുവരുന്ന പ്രതീക്ഷകളും അതേസമയം ഭരണകക്ഷിയായ കോൺഗ്രസിനുള്ളിൽ പുകയുന്ന ആഭ്യന്തര തർക്കങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഈ ഒരു നിർണായക രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളിയിലെ ജനകീയ എം.എൽ.എയുമായ ചാണ്ടി ഉമ്മൻ ഒരു പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കിയ നിലപാടുകൾ പ്രസക്തമാകുന്നത്. കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ യു.ഡി.എഫ് അധികാരത്തിലേക്ക് വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വലിയ പ്രതീക്ഷകളിലാണ്. കടുത്ത ഭരണവിരുദ്ധ വികാരത്തിനൊടുവിൽ ഒരു പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ കൃത്യമായ കാഴ്ചപ്പാട് ചാണ്ടി ഉമ്മൻ മുന്നോട്ട് വെക്കുന്നു. സംസ്ഥാനത്ത് വരുന്നത് തികച്ചും ഒരു ജനകീയ മന്ത്രിസഭയായിരിക്കുമെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണമായി നടപ്പിലാക്കാൻ പുതിയ ഭരണകൂടത്തിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കോൺഗ്രസ് നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ താൽക്കാലികം മാത്രമാണെന്നും അധികാരമേൽക്കുന്നതോടെ അവയെല്ലാം പരിഹരിക്കപ്പെടുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. മന്ത്രിസഭ രൂപീകരണ വേളയിൽ വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസിനുള്ളിൽ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും നേതാക്കളിൽ നിന്നും ആവശ്യങ്ങളും വിയോജിപ്പുകളും ഉയരുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയും പ്രധാന വകുപ്പുകളെ ചൊല്ലിയും പാർട്ടിയിൽ ചില ഭിന്നതകൾ പുറമേക്ക് ദൃശ്യമാകുന്നുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം മന്ത്രിസഭ നിലവിൽ വരുന്നതോടെ പൂർണ്ണമായി അവസാനിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ ഉറപ്പിച്ചു പറയുന്നു. പ്രതിപക്ഷ നേതാവായും ആഭ്യന്തര മന്ത്രിയായും KPCC പ്രസിഡന്റായും ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള രമേശ് ചെന്നിത്തലയെ പോലൊരു മുതിർന്ന നേതാവിന് മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട് ചില പരിഭവങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിയെ നയിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കും ചെറുതല്ല. എന്നാൽ യു.ഡി.എഫ് നേതൃത്വവും കോൺഗ്രസ് ഹൈക്കമാൻഡും രമേശ് ചെന്നിത്തലയുമായി നേരിട്ട് ചർച്ച നടത്തി അദ്ദേഹത്തിന്റെ എല്ലാ വിഷമങ്ങളും പരിഹരിക്കും. പാർട്ടിയുടെ കെട്ടുറപ്പിന് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യവും പിന്തുണയും അനിവാര്യമാണെന്ന യാഥാർത്ഥ്യം യു.ഡി.എഫിന് നന്നായി അറിയാം. പുതിയ മുഖ്യമന്ത്രിയെ സ്ഥാനമേൽക്കുന്ന വി.ഡി. സതീശൻ തികഞ്ഞ ജനാധിപത്യ ബോധമുള്ള നേതാവാണെന്നാണ് ചാണ്ടി ഉമ്മന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സഭയ്ക്കുള്ളിലും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച സതീശൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണശൈലിയായിരിക്കും കാഴ്ചവെക്കുക. മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളായ മുസ്ലിം ലീഗ്, RSP, കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ എന്നിവരെയും സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെയും പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള കൂട്ടായ നേതൃത്വ ശൈലിയായിരിക്കും സതീശന്റേത്. ഭരണം ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മാത്രം നിയന്ത്രിക്കുന്ന രീതിക്ക് പകരം ഓരോ വകുപ്പ് മന്ത്രിമാർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം നൽകുന്ന ജനാധിപത്യ മര്യാദ വി.ഡി. സതീശൻ കാണിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ പ്രത്യാശിക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ യാത്രകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ട്രാഫിക് നിയന്ത്രണങ്ങളും വലിയ സുരക്ഷാ സന്നാഹങ്ങളും സാധാരണ ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു. എന്നാൽ വി.ഡി. സതീശൻ അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ തന്റെ ഔദ്യോഗിക വാഹനവ്യൂഹം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചതിനെ ചാണ്ടി ഉമ്മൻ വൻതോതിൽ സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറച്ചതും വഴിയിൽ ട്രാഫിക് സിഗ്നലുകൾ ഓഫാക്കില്ലെന്ന തീരുമാനം വളരെ പോസിറ്റീവായ ഒരു മാറ്റമാണ്. സാധാരണക്കാരായ ജനങ്ങൾ റോഡിൽ കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കുന്നത് ഒരു ജനകീയ ഭരണാധികാരിയുടെ ലക്ഷണമാണ്. തന്റെ പിതാവായ ഉമ്മൻചാണ്ടി എപ്പോഴും ജനങ്ങൾക്കിടയിലൂടെ ലളിതമായി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന നേതാവായിരുന്നുവെന്ന കാര്യം കൂടി അടിവരയിടുന്നതാണ് ചാണ്ടി ഉമ്മന്റെ ഈ പ്രതികരണം. ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ പുതിയ സർക്കാരിന് വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പും പുതുപ്പള്ളി എം.എൽ.എ നൽകുന്നുണ്ട്. ജനങ്ങൾ പ്രതിപക്ഷത്തിന് ഭരണം നൽകിയത് വലിയ പ്രതീക്ഷകളോടെയാണ്. മുൻ സർക്കാരിന്റെ അഴിമതിയും ധൂർത്തും ജനവിരുദ്ധ നയങ്ങളും കണ്ട് മടുത്തുകൊണ്ടാണ് ജനങ്ങൾ യു.ഡി.എഫിനെ തിരഞ്ഞെടുത്തത്. അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ഭരണാധികാരികൾ ജനങ്ങളോട് കാണിക്കേണ്ട ഉത്തരവാദിത്തം വിസ്മരിക്കരുത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അധികാരത്തിന്റെ ഗർവ് കാണിച്ച് ജനങ്ങളിൽ നിന്ന് അകന്നാൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടായതുപോലൊരു ദയനീയമായ പതനമായിരിക്കും യു.ഡി.എഫിനെയും കാത്തിരിക്കുക. ജനം നൽകിയ അധികാരം ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണമെന്ന കണിശമായ നിലപാടാണ് ചാണ്ടി ഉമ്മൻ മുന്നോട്ട് വെക്കുന്നത്. തിരഞ്ഞെടുപ്പ് വേളയിൽ യു.ഡി.എഫ് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ വെറും കടലാസ് രേഖകളല്ലെന്നും അവ ഓരോന്നായി നടപ്പിലാക്കാൻ പുതിയ മന്ത്രിസഭ ബാധ്യസ്ഥരാണെന്നും അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം. സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കൃത്യമായ വിതരണം, വിലക്കയറ്റം തടയൽ, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കൽ, ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൽ തുടങ്ങിയ ജനപ്രിയ നയങ്ങളിലേക്ക് പുതിയ സർക്കാർ ഉടൻ തന്നെ കടക്കുമെന്നാണ് അണികളും നേതാക്കളും വിശ്വസിക്കുന്നത്. ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ പുതിയ യു.ഡി.എഫ് സർക്കാരിന്റെ ലക്ഷ്യവും പാതയും വ്യക്തമാണ്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ ഓരോ വാഗ്ദാനങ്ങളും പാലിച്ച് മുന്നോട്ട് പോകാനാണ് പുതിയ നേതൃത്വത്തിന്റെ തീരുമാനം. രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ പരിഭവങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ഒരൊറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് സാധിക്കും. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ജനപക്ഷത്തിൽ നിന്നുള്ള തീരുമാനങ്ങളുടെ ജനങ്ങളുടെ ഹൃദയം കവരാൻ പുതിയ സർക്കാരിന് സ്വാധീനിക്കുമെന്നാണ് പൊതുവികാരം. എങ്കിലും ചാണ്ടി ഉമ്മൻ ഓർമ്മിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പുതിയ മന്ത്രിസഭയ്ക്ക് വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. വരും ദിവസങ്ങളിലെ മന്ത്രിസഭാ തീരുമാനങ്ങൾക്കായി ഏറെ പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്.